ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് Okay. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്വാളിറ്റി ഓഫ് പേഴ്സണൽ മാനേജർ, പേഴ്സണൽ മാനേജറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അവിടെ വരെ അല്ലേ? നമ്മൾ ടേബിൾ ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത്. ടേബിൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ? ടേബിൾ പറഞ്ഞില്ലല്ലോ. ടേബിൾ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഓക്കെ, സോ പേഴ്സണൽ റോൾ ഓഫ് എ പേഴ്സണൽ മാനേജറിന്റെ റോൾസ് ആണ്. അതിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോൾസുകൾ എന്തൊക്കെയാണ്? വെൽഫെയർ റോൾസുകള്, അതുപോലെ ക്ലറിക്കൽ റോൾസ്, ദെൻ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസ്. ഓക്കെ, നമുക്ക് ഓരോ റോൾസും താഴെയായിട്ടാണ് നോക്കുന്നത്. കോളം ബൈ ആയിട്ട് നോക്കാം. പേഴ്സണൽ റോൾസ്, പേഴ്സണൽ റോൾസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ റോൾസിൽ ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് advisory, advising management on effective use of human resources. Advisory, advising management on effective use of human resources. Human resources effective ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള എന്താണ് ഉപയോഗത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഉപദേശം കൊടുക്കാന്ന്, അഡ്വൈസുകൾ കൊടുക്കുക. Then manpower planning, recruitment, selection, etc. അല്ലേ? മാൻപവർ പ്ലാനിങ്, അതായത് ആളുകൾ റിക്രൂട്ട് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സുകൾ ചെയ്യണം. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, മീൻസ് ട്രെയിനിങ്ങോ ഡെവലപ്മെന്റ്സ് ഒക്കെ കൊടുക്കാന്ന് ഓരോ എംപ്ലോയീസുകൾക്കും. ലൈൻ മാനേജർ ലൈൻമെൻസിന് മീൻസ് നമ്മൾ കൊടുക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്സും കൊടുക്കാം. മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, അതുപോലെ ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതും ഗ്രൂപ്പ് ബിഹേവിയർ മെഷർമെന്റ് ചെയ്യണം, അസസ്മെന്റ് ചെയ്യണം. അതായത് ഓരോ പ്രവർത്തനങ്ങൾ, പെർഫോമൻസുകളെ വിലയിരുത്തുക. ഇത്രയുമാണ് പേഴ്സണൽ റോൾസ് എന്ന് പറയുന്നത്. ഇനി വെൽഫെയർ റോൾസ്, അതായത് കുറച്ചും കൂടി ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്, വ്യക്തിപരവും അതുപോലെ തന്നെ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്നതുപരമായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ അതിന് റിസർച്ചുകളൊക്കെ നടത്തുക. ദെൻ മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻസ്, ദെൻ ക്രഷസ് എക്സെട്ര. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ തന്നെ അവിടുത്തെ ക്യാൻറ്റീൻസും കാര്യങ്ങളും ആ സർവീസ് പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ ക്രഷസ്, ക്രഷ് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടുത്തെ തന്നെ എംപ്ലോയീസിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാനായിട്ടുള്ള ഒരു ഏരിയ പോലെ നമ്മൾ ക്രഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രഷിലാക്കാനൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രഷസ് അതായത് അവിടെയുള്ള സ്റ്റാഫുകളുടെ കുട്ടികൾക്ക് അവരെ നോക്കുന്നതിനും വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ മാനേജ് ചെയ്യണം. ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെയൊക്കെ നോക്കുക, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. ദെൻ മോട്ടിവേഷൻസ് കൊടുക്കുക, ഒരു ലീഡർഷിപ്പ് ആവാം. ദെൻ ഗ്രൂപ്പ് മെമ്പേഴ്സിനോട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് വെൽഫെയർ റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ മാനേജറിന്റെ വെൽഫെയർ റോൾ. ഇനി ക്ലറിക്കൽ റോൾ മീൻസ് ഓഫീസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ ക്ലറിക്കൽ ആയിട്ടുള്ള ഡ്യൂട്ടീസുകൾ. ടൈം കീപ്പിംഗ്, അല്ലെ? ഒരു കൃത്യസമയമൊക്കെ പാലിക്കണം. സാലറി ആൻഡ് വേജ് അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സാലറി, വേജ്, ഇൻസെന്റീവ്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതായത് ഹ്യൂമൻസുകളും അതുപോലെ തന്നെ അവിടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ദെൻ ഇനി വരുന്നത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസ്, അതായത് ഇങ്ങനെ എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിയമപരമായിട്ടുള്ള റോൾസുകൾ എന്താണ്?
ഗ്രീവൻസ് ഹാൻഡിലിംഗ്, പരാതികൾ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാം. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, ഇനി ഒരു ഓർഗനൈസേഷനുള്ളിൽ തർക്കങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കണം. ഹാൻഡിലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, ഡിസിപ്ലിനറി മീൻസ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അച്ചടക്കമൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള കൃത്യനിഷ്ഠതയൊക്കെ പാലിക്കണം. കറക്റ്റീവ് ബാർഗെയിനിങ്, കൂട്ടായിട്ടുള്ള എന്താ പറയാ, ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വിലപേശൽ, ഓരോ വ്യക്തികൾ ഇപ്പൊ ഒരു എംപ്ലോയീസിന്റെ വേജസുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള ഓരോ റീസൺസ് ഉണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായിട്ടുള്ള ഒരു ബാർഗെയിൻ ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഒരു പേഴ്സണൽ മാനേജറിന്റെ റോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ പല റോൾസ് ഉണ്ട്. പേഴ്സണൽ ആയിട്ടുള്ള റോൾസുകൾ ഉണ്ട്, വെൽഫെയർ ആയിട്ടുള്ള റോൾസ് ഉണ്ട്, ക്ലറിക്കൽ റോൾസുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസുകൾ. ഓക്കെ, ടേബിൾ ഒന്ന് വായിച്ചു നോക്കുക, മനസ്സിലാക്കി വായിക്കാം, ഓരോന്നായിട്ട് വായിക്കണം കേട്ടോ. പേഴ്സണൽ റോൾസുകൾ ആദ്യം വായിച്ചു നോക്കണം, വെൽഫെയർ റോൾസുകൾ നോക്കാം, ക്ലറിക്കൽ റോൾസുകൾ, അതുപോലെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസുകൾ. വായിച്ചോ? ടേബിൾ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് വൺ, മാനേജർ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. വീണ്ടും പേഴ്സണൽ മാനേജറുടെ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന്റെ പ്രോസസ്സുകളാണ് പറയുന്നത്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് പ്രോസസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ലീഡർഷിപ്പ് പ്രോസസ് എന്നുള്ളത്. കാരണം ഇത് ഫിക്സ് ചെയ്ത് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ലീഡർഷിപ്പ് പ്രോസസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഓരോ പ്രോസസ്സുകളാണ്. ഓക്കെ, ലീഡർഷിപ്പ് പ്രോസസ് നോക്കാം. ഇൻവോൾവ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അല്ലെ, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിനായിട്ട് ആ ഒരു ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും ഓർഗനൈസേഷണൽ ഗ്രൂപ്പുകളെയും എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യാതെ ലീഡർഷിപ്പ്, ഒരു നേതൃത്വം വഹിക്കുക. ഇതാണ് ലീഡർഷിപ്പ് പ്രോസസ്സിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോസസ് ആണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. അപ്പൊ ഈ പേഴ്സണൽ മാനേജ്മെന്റിൽ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളാണ്. ഫസ്റ്റത്തെയാണ് ലീഡർഷിപ്പ് പ്രോസസ്, ദെൻ സെക്കൻഡ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. ഓക്കെ, ഇനി എന്താണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് നോക്കാം. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ വർക്ക്. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട്, മീൻസ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി അല്ലെ. അതായത് എല്ലാവർക്കും ഒരുപോലെ കോമ്പൻസേഷൻ. അതായത് ഇപ്പൊ അവിടെ
മെയിൽ ഫീമെയിൽ എന്നോ അങ്ങനെയുള്ളൊരു എന്താ പറയാ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ നീതി മീൻസ് ഒരേപോലെ ന്യായമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ കൊടുക്കുക. ഇനി അടുത്തത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. അടുത്ത പ്രോസസ് ആണ് ലീഡർഷിപ്പ് പ്രോസസ് കഴിഞ്ഞു, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് കഴിഞ്ഞിട്ട് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് അണ്ടർലൈൻ ചെയ്യാം. ഇനി എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിന് ഓരോ ടാസ്ക് ആയിട്ട് ഡിവിഷൻ ചെയ്ത് വർക്കുകൾ കൃത്യമായിട്ട് കൊടുക്കാണ്. ഓരോ ടാസ്കുകളായിട്ട് പ്രോസസ് മീൻസ് അവർക്ക് വർക്ക് കൊടുക്കുക. ദെൻ സ്റ്റാഫിംഗ് പ്രോസസ് അടുത്തതാണ് അണ്ടർലൈൻ ചെയ്യാം. സ്റ്റാഫിംഗ് പ്രോസസ് involves manpower planning, developing resources of recruitment, assessment of applicants, employment decision, induction, orientation, transfers, promotion and demotions. എന്തൊക്കെയാണ് പറയുന്നത്? അതായത് സ്റ്റാഫുകളുടെ പ്രോസസ്സ്, സ്റ്റാഫുകളുടെ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യണം? മാൻപവർ പ്ലാനിങ് ചെയ്യണം, ഓരോ സ്റ്റാഫുകളൊക്കെ നിയമിക്കണം, ദെൻ റിക്രൂട്ട്മെന്റ് നടത്താം, ആപ്ലിക്കൻസ് അല്ലെ അപേക്ഷകരെയൊക്കെ വിലയിരുത്തണം, അതിൽ നിന്നും എന്താണ് എംപ്ലോയ് ഡിസിഷൻസുകൾ എടുക്കുക, ദെൻ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സിലേക്ക് എടുക്കണം. ഇൻഡക്ഷൻ മീൻസ് ഒരു അനുമാനത്തിൽ, അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ഇതനുസരിച്ച് കൊണ്ട് അവരെ സ്റ്റാഫുകളെ ഓറിയന്റേഷൻ ചെയ്യണം. പ്രൊമോഷൻസും ട്രാൻസ്ഫറും ഡിമോഷൻസ് ഒക്കെ കൊടുക്കുക. ഓക്കെ. ദെൻ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. അടുത്ത പ്രോസസ് ആണ്. ഓരോ പ്രോസസ്സുകളാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് നോക്കാട്ടോ. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സില related with the constant evaluation of employers' work so that when necessary promotion, pay raises, transfer, training etc. may be given. എംപ്ലോയീസിന്റെ വർക്കിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യമെങ്കിൽ അവർക്ക് പ്രൊമോഷൻ ഒക്കെ കൊടുക്കുക, ദെൻ പേ റൈസസ് അതായത് സാലറി ഒക്കെ കൂട്ടുക, ട്രാൻസ്ഫർ കൊടുക്കുക, ദെൻ ട്രെയിനിങ്സ് ആവശ്യമുള്ളവർക്ക് ട്രെയിനിങ്സുകൾ കൊടുക്കുക. ഓക്കെ. അപ്പോ 4 പ്രോസസ് ആണ് നമ്മൾ പറഞ്ഞത്. ലീഡർഷിപ്പ്, ടാസ്ക്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി പ്രോസസ്സുകൾ. വായിച്ചു അത്രയും ഭാഗം. ഓക്കെ. Then അടുത്ത പ്രോസസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് blend of many sub process which intended to correct the quality,
of the individual. അതായത് ഇൻഡിവിജ്വൽസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സും പ്രോഗ്രാംസുകളൊക്കെ കൊടുക്കുക. Then compensation reward process underline ചെയ്യാട്ടോ. അടുത്ത പ്രോസസ് ആണ് compensation and reward process. Determine the mechanism and form for giving financial and non-financial rewards. അതായത് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികേതര ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ. കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ് underline ചെയ്യാൻ അടുത്ത പ്രോസസ് ആണ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. Process that decides relationship between union and employer regarding wages, benefits, awards and working condition, etc. അതായത് ഇപ്പൊ യൂണിയനും തൊഴിലുടമയും തമ്മിലുള്ള എന്താണ് ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് മീൻസ് അവർക്ക് ഇപ്പൊ വേജസിന് വേണ്ടിയാവാം, ബെനഫിറ്റ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻ ഇതിനെയൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള ഒരു ബാർഗെയിനിങ് നടത്തുക. ഓക്കെ, ഇത്രയുമാണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്, then കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്. ഓക്കെ, കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടോട്ടൽ ആയിട്ടൊന്ന് വായിക്കാം.
Okay, for process complete ചെയ്തിട്ടുണ്ട്. Then next personal policy. അടുത്ത നോക്കാം personal policy. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Underline ചെയ്യാട്ടോ. Personal policy എന്താണെന്ന് underline ചെയ്യാം. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Underline ചെയ്തോ. പേഴ്സണൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അല്ലെ ആ ഒരു ഗൈഡ് മീൻസ് ഔട്ട്കംസ് ലക്ഷ്യങ്ങളൊക്കെ നേടാനും ഔട്ട്കംസ് നേടാനും വേണ്ടിയിട്ട് നമ്മൾ പ്രീ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം. ഓക്കെ, then personal policies are the rules that control how to deal with human resources or personal related situation. പേഴ്സണൽ പോളിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആണെന്ന്. അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മൾ എങ്ങനെയാ ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ റിലേറ്റഡ് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രീ പ്ലാനഡ് ആയിട്ട് തയ്യാറാക്കുന്ന ഒരു പ്രവർത്തനത്തെയാണ് പേഴ്സണൽ പോളിസി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, പേഴ്സണൽ പോളിസി എന്താണെന്നുള്ളത്. ഓക്കെ, then the following advantages are achieved by setting up personal policies. ഒന്നുകൂടെ പറയണോ? ഓക്കെ, പേഴ്സണൽ പോളിസിയുടെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു പ്രീ പ്ലാനഡ് കോഴ്സ് ആണെന്ന്. ആക്ഷൻ ദാറ്റ് എസ്റ്റാബ്ലിഷസ് എ ഗൈഡ് ടു വർക്ക് ടുവേർഡ് അക്സെപ്റ്റബിൾ ഔട്ട്കംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോ ലക്ഷ്യങ്ങളും ഫലങ്ങളും ഇപ്പൊ നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ഔട്ട്കംസ് ഒക്കെ നേടുന്നതിനായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പദ്ധതി, അതായത് ഒരു റൂൾസ് ആണെന്ന് കണ്ടോ. Personal policies are the rules that control how to deal with the human resources. Human resources എങ്ങനെ ഡീൽ ചെയ്യാം, then റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു പദ്ധതി, അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, then the following advantages are achieved by setting up personal policies. അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഈ പേഴ്സണൽ പോളിസീസിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. They help managers at different levels of decision making to take decisions without consulting their superior. അതായത് മാനേജേഴ്സിന് ഡിഫറെന്റ് ലെവൽസിലുള്ള ഡിസിഷൻ ഒക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അവിടെ സുപ്പീരിയറിന്റെ കൺസൾട്ടിംഗ് ഒന്നും ഇല്ലാതെ തന്നെ തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. They ensure long-term welfare of employees and makes for a good employee-employer relationship a favorism and discrimination are lessened. അതായത് എംപ്ലോയി തൊഴിലുടമയും തൊഴിലും തമ്മിൽ നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവർ തമ്മിൽ ഒരു ഫേവറിസോ ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമുക്ക് കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് നോക്കാം കേട്ടോ. പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ്: സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റിന് ഒരു സെക്യൂരിറ്റി ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, FAU ഫെയർ എന്ന് പറയും, ഫെയർ വേജസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കിടക്കുന്നത്? FAU എന്നല്ലേ? ആണോ? ഫെയർ വേജസ് ആണ് കേട്ടോ. ഫെയർ വേജസ്, FAIR, ഫെയർ വേജസ് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളൂ. ഫെയർ വേജസ് അതായത് ഒരു റീസണബിൾ ആയിട്ടുള്ള വേജസ്. അതുപോലെ തന്നെ എന്താണ് സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ? നമ്മൾ പറഞ്ഞു എംപ്ലോയറും എംപ്ലോയർ തമ്മിൽ നല്ലൊരു റിലേഷൻസ് കീപ്പ് ചെയ്യാം. ട്രെയിനിങ് എവ്രിവൺ, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാം. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒപ്റ്റിമം യൂസ് മീൻസ് ഉപയോഗങ്ങൾ അല്ലെ, മാക്സിമം നമുക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കാം. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓരോ പേഴ്സൺസിന്റെയും അല്ലെ ഹ്യൂമൻ ഡിഗ്നിറ്റി അന്തസ് അവിടെ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക പേഴ്സണൽ പോളിസി എന്താണ്, then അതിന്റെ അഡ്വാൻറ്റേജസുകൾ പറഞ്ഞിട്ടുണ്ട്, then ഒബ്ജക്റ്റീവ്സ്. ഇനി അതിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ഒബ്ജക്റ്റീവിലെ സെക്കൻഡ് പോയിന്റ് ആണോ? അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ് എന്നാണ്. FAU എന്നും അതിനെ നമ്മൾ പറയും ഫെയർ വേജസ്. FAIR, ഫെയർ വേജസ്, റീസണബിൾ ആയിട്ടുള്ള വേജസ്. ഒബ്ജക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ചെറിയ പോയിന്റ്സുകളല്ലേ, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ പോയിന്റ്സുകളാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് പഠിക്കണം. ഇനി അതിന്റെ പ്രിൻസിപ്പിൾസും കൂടി എന്റെ അടുത്തത്, അതും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഭാഗം ഒബ്ജക്റ്റീവ്സ് വരെ നിങ്ങൾ വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വായിച്ച ഒബ്ജക്റ്റീവ്സ് വരെ? നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് നോക്കാം. ട്രെയിൻ എവരി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ. അല്ലെ, ജോലി കൃത്യമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം, എല്ലാവർക്കും ട്രെയിനിങ്സ് കൊടുക്കുക. Then put the right man in the right place. അല്ലെ, ശരിയായിട്ടുള്ള പേഴ്സണെ ശരിയായിട്ടുള്ള പ്ലേസിൽ നമ്മള് മീൻസ് അവരെ റിക്രൂട്ട് ചെയ്യാൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം നോക്കിയിട്ട് ശരിയായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റും സെലക്ഷൻ ഒക്കെ കൊടുക്കുക. Supply the right tools and right conditions of work. ശരിയായിട്ടുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള ടൂൾസ്, അല്ലെ, ഉപകരണങ്ങളും അതുപോലെ തന്നെ എന്താണ് ശരിയായിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻസുകളും പ്രൊവൈഡ് ചെയ്യാം. Then make the organization a coordinate team through proper coordinate and administration of various departments and divisions. അതായത് ഒരു ഓർഗനൈസേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റ്സുകൾ, സോ ആ വിവിധ ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ശരിയായിട്ടുള്ള ഒരു കോർഡിനേറ്റ് ചെയ്യുക, പ്രവർത്തനങ്ങളേക്ക് ഏകോപിപ്പിക്കുക. ദെൻ അതുപോലെ തന്നെ എന്താണ് ഏകോപനം, ആ ഒരു സ്ഥാപനത്തിന്റെ ടോട്ടലായിട്ട് ഒരു മീൻസ് കാര്യങ്ങളെല്ലാം കോർപ്പറേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. Then provide security with opportunity, incentive and recognition. Provide security with opportunity. അതായത് അവസരങ്ങൾ കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കണം, ഇൻസെന്റീവ്സുകൾ കൊടുക്കുക, അംഗീകാരങ്ങളൊക്കെ നൽകുക എംപ്ലോയീസിന്റെ പെർഫോമൻസിനായിട്ടുള്ള. Then look ahead, plan ahead of
ahead for more and better things. അല്ലെ? മുന്നോട്ട് നോക്കിയിട്ട് ഫ്യൂച്ചറിലേക്കുള്ള പ്ലാൻസുകളും മുൻകൂട്ടി നമ്മൾ ആസൂത്രണം ചെയ്യുക. ഫോർകാസ്റ്റ് ചെയ്യാന്ന് അറിയില്ലേ? മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. ഓരോ പ്രവർത്തനങ്ങളെയും മുൻകൂട്ടി ആസൂത്രണം ചെയ്യണം. ഓക്കെ, ഇത്രയുമാണ് പ്രിൻസിപ്പിള്. പ്രിൻസിപ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ, വായിച്ചു നോക്കുക. അടുത്ത പ്രിൻസിപ്പിൾസ്. Complete your principles, sir. Okay. Then essential characteristics of a sound personal policy. അപ്പോൾ നമ്മൾ പേഴ്സണൽ പോളിസി ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് പേഴ്സണൽ പോളിസി, then advantages നോക്കി, അതിന്റെ ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണ്, then അതിന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, then last one and characteristics. പേഴ്സണൽ പോളിസീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. ഈ കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ പേഴ്സണൽ പോളിസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ശ്രദ്ധിക്കുക കേട്ടോ. Then characteristics നോക്കുക. It should be clear, positive and thoroughly understood by each and every employee of an organization. അതായത് ഓരോ ജീവനക്കാരനും കൃത്യമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. സോ ഓരോ എംപ്ലോയീസും അത് വായിക്കുമ്പോഴും അവർക്കത് മനസ്സിലാവണം. അതുപോലെ തന്നെ എന്താണ്, ബ്രീഫ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. It should be in written form. ഒരു written ഫോമിലായിരിക്കണം. ഈ പ്രവർത്തനങ്ങളും പദ്ധതികളൊക്കെ ഒരു written ഫോമിൽ എഴുതിയിരിക്കണം. Then it should be in the local language also. ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ വായിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലായിരിക്കണം. It should be generally known to all those who are interested. അല്ലെ? താഴോട്ട് പറയുന്നത് എന്താണ്? It should be എന്താ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം എന്ന്. അതായത് ഇപ്പോ ജനറലി നോൺ മീൻസ് ഓരോ ഇപ്പോ എന്താണ് എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവർക്കും അത് മീൻസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. It should be written in order to preserve it against loss. It should be written. It should be ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുതകളും നമ്മൾ എന്താണ് വിശകലനം ചെയ്യണം. ന്യായമായതും അതുപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രിസർവ് അഗെയിൻസ്റ്റ് ലോസ്. അതായത് നമ്മളിത് എന്താണ് എഴുതി വെക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. സോ അത് നമ്മൾ കൃത്യമായിട്ടും ലോസ് വരാൻ പാടില്ല, നഷ്ടങ്ങളൊന്നും വരാതെ എപ്പോഴും പ്രൊഡക്ഷൻ എന്താ പറയാ പ്രോഫിറ്റബിൾ ആയിരിക്കണം.
സോ നഷ്ടമൊന്നും വരാതെ അതിനായിട്ട് സംരക്ഷിക്കുന്നതിനാണ് നമ്മൾ ഇത് എഴുതി വെക്കുന്നത്. മുൻകൂട്ടി ഓരോ കാര്യങ്ങളും പ്രീ പ്ലാൻഡ് ചെയ്യുന്നത്. ലോസ് വരാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ, സ്റ്റേബിൾ ബട്ട് നോട്ട് റിജിഡ്. ഇതൊരിക്കലും എന്താണ് റിജിഡ് ആവാൻ പാടില്ല. നമ്മൾ എഴുതി വെക്കുന്ന കാര്യം എന്താ കർക്കശനമാവാൻ പാടില്ല, പക്ഷെ എന്താണ് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. Then it should be the result of the careful analysis of all the available facts. ഇതുപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് should be the result of careful analysis. മീൻസ് എല്ലാ വസ്തുക്കളുടെയും ഒരു വിശകലനം ഉണ്ടായിരിക്കണം. എല്ലാ വസ്തുക്കളും നമ്മൾ അനലൈസ് ചെയ്യണം. Then it should be uniform throughout the organization. It should be the uniform throughout the organization. എല്ലാത്തിനും ഒരു ഓർഗനൈസേഷൻ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. It must provide two-way communication system between management and the employee. Employee management തമ്മിൽ ഒരു two-way communications ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക ക്യാരക്ടറിസ്റ്റിക്സ്. It should be reasonable, stable but not rigid. അതായത് ന്യായമായതായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, സ്ഥിരതയുള്ളതായിരിക്കണം, പക്ഷെ റിജിഡ് ആവാൻ പാടില്ല. എന്ന് പറഞ്ഞു എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരുപോലെ വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, റിജിഡ് ആവാൻ പാടില്ല. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ അത്രയും? ഓക്കെ, ഇനി വരുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒരു ഓർഗനൈസേഷനിലെ ഓരോ ഡ്യൂട്ടീസിന്റെ സ്ട്രക്ചറുകളെ കുറിച്ചാണ് പറയുന്നത്. An organizational structure explains how activities like task allocations, coordination, supervision are directed towards achievement of organizational aims. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ അനുസൃതമാക്കിക്കൊണ്ട് ഓരോന്നിനും ടാസ്ക് അലോക്കേഷൻ ചെയ്യുക, then സൂപ്പർവൈസ് ചെയ്യണം ഓരോ പ്രവർത്തനങ്ങളിൽ. Then concept of organization structure, അതൊരു കൺസെപ്റ്റ് ആണ്, വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് കേട്ടോ. Task accomplished or personal satisfaction. Personal satisfaction means employees satisfaction. ഓരോ ടാസ്കുകൾ അക്കംപ്ലിഷ്മെന്റ് ചെയ്യാം.
Then delegation of authority. Delegation എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ കൊടുക്കാന്ന് പറയില്ലേ, ഡെലിഗേറ്റ് ചെയ്യാണ്. It is the delivery by one individual to another right to act, to take decisions, to requisition resources, to give directions to other to act, to execute other tasks, in other to fulfill job responsibilities. അതായത് ഇപ്പോ ഒരു വ്യക്തിയെ നമ്മൾ എന്താ പറയാ, ഓരോ വ്യക്തികൾക്കും ഓരോ ഡ്യൂട്ടികളും മറ്റും മീൻസ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാണ്. ഇപ്പോ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് കൊടുക്കുക, കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. ഓരോ വ്യക്തികൾക്കും ഓരോരുത്തർക്കും അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, റിസോഴ്സസ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. Then proper span of supervision. Span of supervision. Span of supervision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരിയായിട്ടുള്ള ഒരു സൂപ്പർവിഷൻ കൊടുക്കണം എന്ന്. ഇനി സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോ ഒരു ടീം, അതായത് ഇപ്പൊ ഒരു ടീമില് 5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒരു 5 മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു 10 മെമ്പേഴ്സ് ഉണ്ട് ഒരു ടാസ്ക്, ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് നമ്മൾ ഒരു ടീമിനെ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഓർഗനൈസേഷനിൽ. അപ്പൊ ആ ഒരു ടീമില് ചിലപ്പോൾ ഒരു 10 പേരോ അല്ലെങ്കിൽ 20 പേരോ അടങ്ങുന്ന ഒരു ടീമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ടീമിനെ ലീഡ് ചെയ്യുന്ന, സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അതായത് ഇത്രയും മെമ്പേഴ്സിന് ഒരു കൂട്ടം ആളുകൾ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ഇതിനെയാണ് സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ ആ ഗ്രൂപ്പ് പ്രവർത്തനത്തിന് നിയന്ത്രിക്കേണ്ടതും ഇതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു സൂപ്പർവൈസർ ആയിരിക്കും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ഉണ്ടായിരിക്കണം. The degree of specialization. The degree of specialization. Under specialization, limited duties are performed regularly and repeatedly from the personal point of view. Specialization makes the learning of job routine easier, turns the worker into an expert in his job. അതായത് ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കണമെന്ന് നമ്മൾ ഓരോ ഡ്യൂട്ടീസുകൾ കേട്ടോ, ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ സ്പെഷ്യലൈസേഷൻ മേക്ക്. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളേക്ക് നമ്മൾ ആ ഒരു കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കൊടുക്കുകയാണ്. സോ ഈസിയർ ആയിട്ട് അവരുടെ വർക്ക്, ആ ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു എക്സ്പേർട്ട് ആവാനായിട്ട് നമുക്ക് സാധിക്കുന്നു, സ്പെഷ്യലൈസേഷൻ നമ്മൾ ചെയ്യുന്ന ജോബിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറയുന്നത് ഇപ്പോ എംപ്ലോയറും എംപ്ലോയറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്ക് പെർഫോമൻസ് നമുക്ക് കാണിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. സോ എംപ്ലോയറും മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഇത്രയുമാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ കൺസെപ്റ്റ്. അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാവുക കേട്ടോ. വായിച്ചു നോക്കുക. സ്പാൻ ഓഫ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഒരു ടീം വർക്ക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പൊ അതിലൊരു 10 20 മെമ്പേഴ്സ് ഉണ്ടാവും. ദെൻ ആ 10 മെമ്പേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു സൂപ്പർവിഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും. അതിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഇത്രയെണ്ണം ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാനേജറോ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും, ഒരു ഇൻചാർജ് പോലെ. സോ അവിടെയുള്ള അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സൂപ്പർവിഷൻ ചെയ്യണമെന്ന്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളേക്ക് നോക്കാനും നിയന്ത്രിക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഇതിനാണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ടീമിനെ നിയന്ത്രിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആണ്. അത് അടുത്തൊരു സെക്ഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഹ്യൂമൻ റിസോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ദെൻ നമ്മൾ എടുത്തത്ര ജസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ എടുത്ത ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ്ലി നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് പേജിൽ നമ്മൾ ഓരോ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഓരോ പാരഗ്രാഫ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നോക്കി. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിലുള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് നോക്കിയത്. അപ്പൊ നിങ്ങൾ കമ്പാരിസൺ ചെയ്ത് വെച്ച് തന്നെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ ഡെഫിനിഷൻ രണ്ടുപേരുടെ ഉണ്ട്. എഡ്വിൻ ഫ്ലിപ്പോന്റെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ നോക്കുക. അതുപോലെ തന്നെ സ്റ്റീഫൻ ഡണ്ണിന്റെ ഡെഫിനേഷനും രണ്ടുപേരുടെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കിയത് പേഴ്സണൽ മാനേജറിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണ്, സ്വഭാവങ്ങള്. ദെൻ പേഴ്സണൽ മാനേജറിന്റെ റോള് ടേബിൾ ആണ്. പേഴ്സണൽ റോൾസ്, വെൽഫെയർ റോൾസ്, ക്ലറിക്കൽ റോൾസ്, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾസ്. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പിന്നെ നമ്മൾ നോക്കിയത് മാനേജർ പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഓരോ പ്രോസസ്സുകളും വായിക്കുക. ദെൻ പേഴ്സണൽ പോളിസിയെ കുറിച്ച് പഠിച്ചു. എന്താണ് പേഴ്സണൽ പോളിസി, ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ദെൻ ഒബ്ജക്റ്റീവ്സുകള്, ദെൻ പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ്, ദെൻ ലാസ്റ്റ് നമ്മള് പേഴ്സണൽ പോളിസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കിയത്. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറും അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ കൺസെപ്റ്റുകളും. ഓക്കെ, ഇത്രയും ഭാഗമാണ് നമ്മൾ എടുത്തത്. ദെൻ നന്നായിട്ട് വായിക്കണം. കാരണം എന്താണ് ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസ് പോലെയല്ല തേർഡ് ഫോർത്തിൽ കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ അല്ലെ? ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചധികം പഠിക്കാനുണ്ട് എല്ലാ ചാപ്റ്റേഴ്സുകളും നോക്കുകയാണെങ്കിൽ. ഇല്ലേ? ആണോ? ഒന്നും തോന്നിയില്ലേ നിങ്ങൾക്ക്? അല്ലെ, ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, ചിലത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം അല്ലെ, കുറച്ച് ഉറപ്പൊക്കെ ഒഴിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. സോ നന്നായിട്ട് എടുത്തത്ര നന്നായിട്ട് പഠിക്കാം. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു ഓൾ.